ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷനുണ്ട്. അല്ലിയുടെയാണ്. അല്ലി എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ്റെ മോളാണ്, ഇന്ദു ചേച്ചിയുടെ മോളാണ്. അല്ലിയുടെ 5th ബർത്ത്ഡേ ആണ് ഇന്ന്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ എടുക്കാമെന്ന്. എങ്ങനെയാണ് ഞാൻ സ്കിൻ പ്രപ്പ് ചെയ്യുന്നത്, നമ്മൾ റെഡി ആവുന്നത്, പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസും കാണാം. സോ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അവർ ടൗണിലെത്തും, ഞാൻ നേരെ അവിടേക്ക് എത്തും. എന്നിട്ട് ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോണത്. ബർത്ത്ഡേ ഉള്ള വീട്ടിലേക്ക് പോണത്. സോ അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ ദിവസം ഒന്ന് വ്ളോഗ് ചെയ്താലോ എന്ന്. അപ്പോൾ നമുക്ക് മുന്നേ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റ് ആവണം. ഞാൻ യൂണിവേഴ്സിറ്റി പോയിട്ട് അതേ കോലത്തിലിരിക്കുകയാണ്. മുഖമൊക്കെ ആകെ ക്ഷീണിച്ച് പൊടിയൊക്കെ ആയി ടാൻ ആയിരിക്കുകയാണ്. നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്ത് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കാണാം കേട്ടോ. സ്കിൻ കെയർ ചെയ്യുമ്പോൾ കാണിക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് വാഷ് ഇട്ടൊന്ന് കഴുകും. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഒന്ന് ട്രൂഡർമയുടെ ഒരു ഫേസ് വാഷ്. ഇത് ഞാൻ പറഞ്ഞിരുന്നു, എനിക്കൊരു സ്കിൻ കണ്ടീഷൻ ഉണ്ട്. അതായത് വെയിൽ കൊള്ളുമ്പോൾ എനിക്ക് കുറച്ചൊരു സ്കിന്നിൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലത്ത് പിഗ്മെൻറ്റേഷനായിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. സോ അങ്ങനെ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡോക്ടർ തന്ന ഫേസ് വാഷാണിത്. അങ്ങനെ അതിലെനിക്ക് വലിയ കുറവൊന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ പുതിയ ഡോക്ടറെ കാണിച്ചു. അപ്പം പുതിയ ഡോക്ടർ തന്ന ഫേസ് വാഷാണിത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വയോലൂമയുടെ ഫേസ് വാഷാണ്. നല്ല ഫേസ് വാഷാണ്, ഭയങ്കര ജെൻറ്റിലാണ്, ഭയങ്കര നിറയും പതിയൊന്നും ഉണ്ടാവില്ല, നോർമൽ. അപ്പം ഒരു ഭയങ്കര നിങ്ങൾ പൊടി ഒക്കെ ആയി വരികയാണെങ്കിൽ ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഇതൊരു ജെൻറ്റൽ ക്ലാൻസർ എന്ന് പറയുന്നൊരു സാധനമാണ്. സോ നമുക്കിതിട്ടിട്ട് മുഖം നന്നായിട്ട് കഴുകിയാൽ കേട്ടോ. ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി വന്നിട്ടുണ്ട്. നമുക്ക് വേഗം സ്കിൻ കെയറിലേക്ക് കിടക്കാം. സ്കിൻ കെയർ ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ഓരോരോ ബ്രാൻഡും എന്താണ് എൻ്റെ ബെനിഫിഷ്യൽ പ്രോപ്പർട്ടീസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് എന്തായിരുന്നു ഇതിൻ്റെ പേര്, ടോണറാണ് ആദ്യം അപ്ലൈ ചെയ്യുക കേട്ടോ. അതായത് ഫേസ് വാഷ് കഴിഞ്ഞ് വന്നാൽ ടോണറാണ് ആദ്യം തന്നെ യൂസ് ചെയ്യുക. ഇത് ഉണങ്ങുന്നവരെ വേണമെങ്കിൽ ഞാൻ കഥ പറയാം. പ്ലമ്മിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നേ വരെ വേറൊരു ടോണർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ടോണർ ഡെയിലി യൂസ് ചെയ്യാറില്ല. ഇത്രയാണ് ടോണറിനെ കുറിച്ചുള്ള 2 വാക്ക്. ഡെയിലി യൂസ് ചെയ്യാൻ നമ്മൾ സമയം എടുക്കുന്നൊന്ന് ഉണങ്ങി കിട്ടാനേ. അപ്പോൾ തിരക്കുള്ള സമയത്ത് നമുക്ക് ഇത് ഇടാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഇടുന്നുണ്ട്. സോ അങ്ങനെ ഒന്ന് ആറ്റി കൊടുത്തു കഴിഞ്ഞാലേ വേഗം ഉണങ്ങിക്കോളും, വേഗം അബ്സോർബ് ആയിക്കോളും. ശരി, ടോണർ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെറമാണ് യൂസ് ചെയ്യുന്നത്. സെറം എന്താണ്, ഞാൻ സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറയാം. ആക്ച്വലി സെറം ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഓരോ ആൾക്കാരുടെ സ്കിൻ കൺസേൺസിന് അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു സാധനം. എല്ലാം അങ്ങനെ തന്നെയാണ്. ഫേസ് വാഷും മുതൽ സൺസ്ക്രീൻ വരെ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്തായാലും നോക്കണം. പക്ഷേ സെറം എന്ന് പറയുമ്പോൾ സെറത്തിൽ പല കണ്ടന്റുകളുള്ള സെറം ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹൈലൂറോണിക് ആസിഡ് കേട്ടിട്ടുണ്ടാവും അല്ലേ, കോമൺ ആയിട്ട് കേൾക്കുന്നത് വൈറ്റമിൻ സി കേട്ടിട്ടുണ്ടാവും, പിന്നെ AHA ഒക്കെ കേട്ടിട്ടുണ്ടാവും. സോ ഇത് ഓരോന്നും എന്ന് പറയുന്നത് ഓരോരോ സ്കിൻ കൺസേൺസിന് വേണ്ടിയുള്ള. ചില ആൾക്കാർക്ക് പിമ്പിൾസ് ആയിരിക്കും, അപ്പോൾ അതിന് ഇന്നത്. ചില ആൾക്കാർക്ക് ഡാർക്ക് സ്പോട്ട് ആയിരിക്കും, അതിന് ഇന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാം, സെറം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വേഗം ഒന്ന് ഉണക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ സെറം നന്നായിട്ട് അബ്സോർബ് ആയി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ മോയ്സ്ചറൈസർ. ഇപ്പോൾ നിങ്ങൾ ടോണറും സെറവും ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് മോയ്സ്ചറൈസർ. അപ്പോൾ തന്നെയാണ് സൺസ്ക്രീൻ കേട്ടോ. അപ്പം പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഈ പറയുന്ന പോലെ പല മോയ്സ്ചറൈസേഴ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പല കാലയളവിലായിട്ട്. ഇത് ഇന്ന് വന്ന മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ ഇത് കുറേ കാലത്തിന് ശേഷമായിട്ട് ഞാൻ ഇന്ന് പിന്നെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ അങ്ങനെയുണ്ട്. ഇതൊക്കെ ഞാൻ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ റെഡി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ. അങ്ങനെ സാധനം ഇട്ടത് പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ ഉണക്കുന്ന സെറ്റപ്പ്. തിരക്കായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് 2 മിനിറ്റ്സ് ഞാൻ ഫേസിൽ വെക്കും. അങ്ങനെ ആണത് ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത്. നമ്മുടെ മോയ്സ്ചറൈസറും സെറ്റായ ശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് സൺസ്ക്രീൻ. ഇത്രയും സ്റ്റെപ്സാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്താണ് ഫേഷ്യൽ ഓയിൽസ് ഇടുന്ന ആൾക്കാരുണ്ട്, പിന്നെ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇത് ചില ആൾക്കാർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മാത്രം ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡെയിലി ഞാൻ ലാബിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. ഈ സെറവും ടോണറൊന്നും ഞാൻ അങ്ങനെ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല. സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യന്താപേക്ഷികമായിട്ടുള്ള ഓരോ സാധനമാണ് സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോവരുതാരും. കാരണം പണ്ടത്തെ പോലെയല്ല, UV റേസൊക്കെ പണ്ടത്തതിനേക്കാൾ അങ്ങനെയല്ലേ പറയുന്നത്, കൂടുതൽ ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്.
സാധ്യത ഉണ്ടെന്നല്ല, സാധ്യത ഉറപ്പാണ്. അതുകൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അപ്ലൈ ചെയ്യണം ഒരു 3 hours. അത് ഞാൻ ചെയ്യാറില്ലായിരുന്നു, അപ്പോൾ ഞാനത് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ എന്നാൽ വേഗം ബാക്കി ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്തു കേട്ടോ. കെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകെ 2-3 സ്റ്റെപ്പേ ഉള്ളൂ മേക്കപ്പിൽ. മേക്കപ്പ് എന്നൊന്നും പറയാനില്ല. ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്യും, ഒരു ലിപ്സ്റ്റിക് ഇടും, ഒന്ന് കണ്ണെഴുതും. പിന്നെ ഈ പറയുന്ന പോലെ കല്യാണങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ കൺസീലർ യൂസ് ചെയ്യാറുണ്ട്, ബ്ലഷ് ഇടാറുണ്ട്. വേഗം ഐബ്രോ ഒന്ന് ചെയ്ത് വരാം കേട്ടോ. യെസ്, ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈനർ ഇടാനുണ്ട്, ലിപ്സ്റ്റിക് ഇടാനുണ്ട്, ചെറിയ രീതിയിലൊന്ന് ബ്ലഷും കൂടെ ഇടാനുണ്ട്. ഇതും കൂടെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോകലുണ്ടാവില്ല. സോ ഇത് ഞാൻ വേഗം ചെയ്ത് വരാം കേട്ടോ. ഓക്കെ, എന്നിട്ട് കാണേ. യെസ് ഗൈസ്, ഞാൻ റെഡിയായി. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളെ ബാഗ് റെഡിയാണ്, എല്ലാം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. മുടി നമ്മൾ ആകെ അവിടെ അഴിച്ചിടാനാണ് പ്ലാന്. അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അവർ എത്താനായി, നമുക്കിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ വാച്ചും കൂടെ കിട്ടിയിട്ട് ശരിക്കും സ്റ്റൈൽ ചെയ്യാൻ വാച്ചില്ല. ഐ മീൻ ഉള്ള വാച്ചില്ല. നമുക്ക് അപ്പോൾ തൽക്കാലം ഈ വാച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ. യെസ്, ഞാൻ അങ്ങനെ 5:30 ആയപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. വിചാരിച്ച സമയത്തിനേക്കാൾ കുറച്ച് ലേറ്റായി. അതിൻ്റെ സ്ട്രെസ്സ് മുഖത്തുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു കഷ്ടമാണ് ഇത്രയും ബേബി ഹെയർസ് ഇങ്ങനെ ഫ്രണ്ടിൽ വരുമ്പോൾ ഒന്ന്. എത്ര നന്നായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് ബൈക്കിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ കയറി കഴിഞ്ഞാൽ കുളിക്കാത്തൊരു കോലത്തിലാവും ഇത്രയും ബേബി ഹെയർസ് ഉള്ളതുകൊണ്ട്. അതൊക്കെ പോട്ടെ, ഞങ്ങൾ ഓൺ ടൈമിൽ തന്നെ എത്തി. അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. എന്താ പറയുക, ഞങ്ങളിങ്ങനെ ഡെക്കറേഷനൊക്കെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇരിക്കുകയായിരുന്നു. ആക്ച്വലി എൻ്റെ ഫ്രണ്ടാണ് ഡെക്കറേഷൻ ചെയ്തത്. നന്നായിട്ടുണ്ടായിരുന്നു. റെഫറൻസ് പിക്ക് എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ചെയ്തപ്പോൾ. അങ്ങനെ നമ്മളെന്താണ് എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ബോറടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കസിൻ ആണ് ഇന്ദു ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ദു ചേച്ചിയുടെ അനിയത്തി രശ്മി, പിന്നെ രശ്മിയുടെ അമ്മയുടെ സൈഡിലെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ബോറടിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളിതാ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്തു. അതിന് ശേഷം ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പത്തിരി, സ്റ്റൂ ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്പെഷ്യൽ സാലഡ് ഉണ്ടായിരുന്നു. ആ സാലഡിൻ്റെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഭയങ്കര ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് ആ സാലഡായിരുന്നു. ഇതാണ് നമ്മുടെ സ്വന്തം ഇന്ദു ചേച്ചി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. വിചാരിച്ചതുപോലെ അവിടെ എത്തിയപ്പോൾ എനിക്ക് അത്രത്തോളം വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്കിത് ശീലമില്ലാത്തതാണല്ലോ. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ പബ്ലിക് സ്ഥലങ്ങളിൽ പോയിട്ട് എന്തൊക്കെ. ഇപ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരാം, വീഡിയോ എടുക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഗ്രാജുവലി ശരിയാക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.